മാപ്സ് അഥവാ ഭൂപടത്തിന്റെ പ്രസക്തി എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജസും മനസ്സിലാക്കി. ഇനി അതേപോലെ ചില ലിമിറ്റേഷൻസും ഗ്ലോബിന് ഉണ്ട്. ഗ്ലോബ് എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് എന്ന് ചോദിച്ചാൽ മുഴുവൻ എർത്തിനെ കുറിച്ചും പഠിക്കുമ്പോഴാണ്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് മാപ്സ് ആണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു കൺട്രിയെ കുറിച്ച് അറിയാനായിട്ട് മാപ്പാണ് നല്ലത്. മാപ്പ് എന്നത് ഭൂമിയുടെ സർഫസ് അഥവാ ഉപരിതലത്തെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. ഇതൊരു പർട്ടിക്കുലർ സ്കെയിൽ അഥവാ അളവ് ഉപയോഗിച്ചാണ് ഒരു ഫ്ലാറ്റ് സർഫസിൽ വരച്ചിരിക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഫിസിക്കൽ മാപ്പ്, 2 പൊളിറ്റിക്കൽ മാപ്പ്, 3 തീമാറ്റിക് മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിയുടെ പ്രത്യേകതകളായിട്ടുള്ള മൗണ്ടൻസ്, പർവ്വതങ്ങൾ, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻസ് തുടങ്ങിയവയൊക്കെ കാണിക്കുന്നതാണ് ഫിസിക്കൽ മാപ്സ് അഥവാ റിലീഫ് മാപ്സ് എന്ന് പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ മാപ്പ്. പൊളിറ്റിക്കൽ മാപ്പ് എന്നാൽ സിറ്റികൾ, ടൗണുകൾ, വില്ലേജുകൾ, ലോകത്തിലെ പല രാജ്യങ്ങൾ, അവയുടെയൊക്കെ അതിർത്തികൾ തുടങ്ങിയവയൊക്കെ കാണിക്കുന്നതാണ് പൊളിറ്റിക്കൽ മാപ്പ്. അടുത്തത് തീമാറ്റിക് മാപ്പ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ് തീമാറ്റിക് മാപ്പ് ചെയ്യാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡുകൾ, റെയിൻഫോൾസ്, ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഡസ്ട്രീസ് തുടങ്ങിയവയൊക്കെ കാണിക്കുന്നതിനായിട്ടാണ് തീമാറ്റിക് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി കോമ്പണൻസ് ഓഫ് മാപ്പ്. 3 ഘടകങ്ങളാണ് മാപ്പിനുള്ളത്: ഡിസ്റ്റൻസ്, ഡയറക്ഷൻ, സിംബൽ. ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്നുള്ളത് മാപ്പിൽ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ്. ഭൂമിയിലുള്ള ഓരോ സ്ഥലത്തിൻ്റെയും യഥാർത്ഥ ദൂരം മാപ്പിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മാപ്പിൽ ദൂരം കുറച്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് വെറുതെ കുറയ്ക്കാൻ പറ്റില്ല. അതിനായി ഒരു സ്കെയില് ചൂസ് ചെയ്യണം. സ്കെയിൽ എന്ന് പറയുന്നത് യഥാർത്ഥ ദൂരവും മാപ്പിലെ ദൂരവും തമ്മിലുള്ള റേഷ്യോ അഥവാ അനുപാതം ആണ്. അതായത് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ മാപ്പിൽ അത് 2 സെന്റിമീറ്റർ എന്ന് കാണിക്കുന്നു. അപ്പോൾ 1 സെന്റിമീറ്റർ എന്നത് 5 കിലോമീറ്റർ ആയിരിക്കും. ഇനി സ്മോൾ സ്കെയിൽ മാപ്പ് എന്താണെന്ന് നോക്കാം. കൺട്രീസും കോണ്ടിനെന്റ്സും ഒക്കെ മാപ്പിൽ വരയ്ക്കുമ്പോൾ നമുക്ക് സ്മോൾ സ്കെയിൽ മാപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 500 കിലോമീറ്റർ എന്നത് 5 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. ഇനി ലാർജ് സ്കെയിൽ മാപ്പ് എന്നത് ഏതെങ്കിലും വില്ലേജോ ടൗണോ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് മാപ്പ് വരയ്ക്കുമ്പോഴാണ്. ഇവിടെ 500 മീറ്റർ 5 സെന്റിമീറ്റർ ആയിട്ടാണ് ലാർജ് സ്കെയിൽ മാപ്പിൽ എടുക്കുന്നത്. സ്മോൾ സ്കെയിൽ മാപ്പിനെ അപേക്ഷിച്ച് ലാർജ് സ്കെയിൽ മാപ്പ് ആയിരിക്കും കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിരിക്കുക. അടുത്തത് ഡയറക്ഷൻ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു മാപ്പ് എടുക്കുമ്പോൾ അതിൽ മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ക്യാപിറ്റൽ N എന്ന് മാർക്ക് ചെയ്ത് ഒരു ആരോ ഇട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇത് നോർത്ത് ലൈനാണ്. നോർത്ത് ഡയറക്ഷൻ മനസ്സിലായാൽ നമുക്ക് മറ്റ് ഡയറക്ഷൻസ് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. കാർഡിനൽ പോയിന്റ്സ് എന്താണെന്നാൽ 4 പ്രധാന ഡയറക്ഷൻസ് ആണ് ഉള്ളത്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിനെയാണ് കാർഡിനൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസും ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 നോർത്ത് ഈസ്റ്റ്, 2 സൗത്ത് ഈസ്റ്റ്, 3 സൗത്ത് വെസ്റ്റ്, 4 നോർത്ത് വെസ്റ്റ്. ഇത് ഏതൊക്കെയാണെന്ന് പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉപയോഗിച്ച് ഏത് പ്ലേസിൻ്റെയും ശരിയായ ലൊക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി കോമ്പസ് എന്താണെന്ന് നോക്കാം. ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കോമ്പസ്. മെയിൻ ഡയറക്ഷൻസ്
നമുക്ക് ഇതുമൂലം കണ്ടുപിടിക്കാൻ സാധിക്കും. കോമ്പസിന്റെ മാഗ്നറ്റിക് നീഡില് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആവും പോയിന്റ് ചെയ്ത് കാണിക്കുക. ഇനി സിംബൽസ് എന്താണെന്ന് നോക്കാം. ഒരു മാപ്പിന്റെ മൂന്നാമത്തെ പ്രധാന ഘടകമാണ് സിംബൽസ്. കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, വൃക്ഷങ്ങൾ, റെയിൽവേ ലൈൻസ്, കിണറുകൾ തുടങ്ങിയവയൊക്കെ യഥാർത്ഥ ഷേപ്പിലും സൈസിലും മാപ്പിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. അതിന് പകരമായി ചില ലെറ്റേഴ്സ്, കളേഴ്സ്, പിക്ചേഴ്സ്, ലൈൻസ് ഒക്കെ ആവും മാപ്പിൽ കാണിക്കുക. ഈ സിംബൽസ് ഉപയോഗിക്കുന്നത് മൂലം പരിമിതമായ സ്ഥലത്ത് വളരെയധികം ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മാപ്പ് കയ്യിലുണ്ട് എങ്കിൽ ഭാഷയോ ഡയറക്ഷനോ ഒന്നും അറിയാത്തതോ ഒന്നും ഒരു പ്രശ്നമായി തോന്നുകയില്ല. മാപ്പിന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഉള്ളത്. കൺവെൻഷണൽ സിംബൽസ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ സിംബൽസ് ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് അനുസരിച്ചാണ്. ഇത്തരം സിംബൽസ് ആണ് കൺവെൻഷണൽ സിംബൽസ് എന്ന് പറയുന്നത്. മാപ്പില് പലതരത്തിലുള്ള കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ബ്ലൂ കളറ് വാട്ടർ ബോഡീസിന് ഉപയോഗിക്കുന്നു, ബ്രൗൺ കളറ് മൗണ്ടൻസ്, യെല്ലോ പ്ലേറ്റ്യൂസിന്, ഗ്രീൻ പ്ലാന്റ്സിന്. ഇങ്ങനെയാണ് കളർ കോഡ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്കെച്ച് എന്താണെന്ന് നോക്കാം. റഫായിട്ടുള്ള ഡ്രോയിങ് ആണ് സ്കെച്ച് എന്നത്. അതായത് ഏതെങ്കിലും ലൊക്കേഷൻ മനസ്സിലാക്കാൻ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ സ്കെയിൽ യൂസ് ചെയ്യാതെ വരയ്ക്കുന്നതാണ് സ്കെച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്മോൾ ഏരിയയെ ലാർജ് സ്കെയിലിൽ കാണിക്കുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്.